ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നതെന്ന് പറയുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് ഡ്രൈവിനകത്ത് നമുക്ക് ചെസ്റ്റർമെയർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ലേക്ക് ഉണ്ട്. ലേക്ക് എന്ന് പറയാൻ വേണമെങ്കിൽ ബീച്ച് എന്ന് പറയാം, എന്ത് വേണേലും പറയാം നിങ്ങൾക്ക് കണ്ടിട്ട്. നമുക്ക് അവിടെ ഒരുപാട് പ്രാവശ്യം നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഭയങ്കര ചൂടിൻ്റെ ദിവസമാണ്. ചൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൊള്ളണ ചൂടെന്നൊക്കെ പറയണ പോലെ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഈ കൊടും തണുപ്പത്ത് ഇതെവിടെയാണ് ഇത്രമാത്രം ചൂടുള്ള സ്ഥലം എന്നല്ലേ. ഞങ്ങൾ ആക്ച്വലി പോയത് സമ്മറിലായിരുന്നു, പക്ഷേ എവിടെയോ മറഞ്ഞു പോയി, എഡിറ്റ് ചെയ്യാൻ പറ്റാതെ വിട്ടുപോയൊരു വീഡിയോ ആണ് ഇത് ആക്ച്വലി. ഇപ്പോൾ ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തായി ഞങ്ങളീ പോയിട്ട്. അപ്പോൾ അതാണ് ചൂടെന്ന് പറയുന്നത്. ഞങ്ങൾ പോയ ദിവസം ആക്ച്വലി നല്ല ചൂടായിരുന്നു, ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ശരിക്കും നാട്ടിൽ നിന്ന് പപ്പയും മമ്മിയും വന്നിട്ട് അവർക്ക് പോലും ചൂടെന്ന് തോന്നിയൊരു ദിവസമായിരുന്നു അത് കേട്ടോ. അങ്ങനെ സാധാരണ നല്ല പൊള്ളണ ചൂടും അല്ലെങ്കിൽ ഹീറ്റ് വാർണിംഗും ഒക്കെ ഉള്ള ദിവസങ്ങളാണ് സാധാരണ നമ്മളിങ്ങനെ ലേക്കിലോ ബീച്ചിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുന്നത്. കാരണം അവർക്കും ഒരു സുഖമായിരിക്കും, നമുക്കും ഒരു സുഖം ഉണ്ടാവും. ഈ വീട്ടിൽ ഉള്ളിലിരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് ചൂട് ഭയങ്കര ചൂടാണ് ശരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവിടെ പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെത്ര ചൂടെന്ന് പറഞ്ഞാലും വെള്ളത്തിൽ ശരിക്കും നല്ല കൊടുന്തണുപ്പാട്ടോ. പക്ഷേ സാധാരണ തണുപ്പുള്ള സമയത്തെ വെച്ച് പ്രതീക്ഷിച്ച് നോക്കുമ്പോൾ ഈ ചൂടുള്ള ദിവസങ്ങളിൽ അത്ര അങ്ങ് തണുപ്പില്ല. എന്നാലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത വെള്ളത്തിൻ്റെ ഒരു തണുപ്പാണ് ശരിക്കും പറഞ്ഞാൽ. ഓൾറെഡി നമ്മൾ ആദ്യത്തിനെയാണെങ്കിലും ഏബലിനെ ആണെങ്കിലും വെള്ളത്തിൽ ഇറക്കണം, എന്തായാലും മൊത്തം നനയും എന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ എല്ലാ സംഭവങ്ങളും എടുത്തിട്ടുണ്ടായിരുന്നു, ഫുൾ സെറ്റായിരുന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ നേരെ ചെരുപ്പ് ഷൂവും ഇതൊക്കെ മാറാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ആ ഡ്രസ്സ് ഇറങ്ങാൻ കരുതിയ ഡ്രസ്സിൽ തന്നെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ ആദ്യത്തിനെ നമ്മുടെ കൈമേ മറ്റേ റിങ്ങൊക്കെ ഇടിപ്പിച്ച് നേരെ അങ്ങോട്ട് ഇറക്കി. ഇപ്പോൾ എങ്ങാൻ വെള്ളത്തിൽ ശരിക്കും ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ചെന്നപ്പോൾ തന്നെ വെള്ളം തൊട്ട് കഴിയുമ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് അതുകൊണ്ട് പിന്നെ സൈഡിലേക്കേ പോയില്ല. അതങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ തണുപ്പൊക്കെ പയ്യെ അഡ്ജസ്റ്റ് ആയി വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ച് നടന്നു. നമുക്കൊരു 4-5 സ്റ്റെപ്പ് വരെ നമുക്ക് സ്റ്റെപ്പായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് താഴ്ചയിലേക്കല്ല പോകണം. ഇനിയിപ്പോൾ ആ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്കൊന്നും നമ്മളൊരു വലിയ ആൾക്കാരൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ഏകദേശം ഒരു അരയ്ക്ക് വെള്ളം അത്രയ്ക്കേ ഉള്ളൂ. അതിനകത്ത് ഒരുപാട് അങ്ങ് മുങ്ങിപ്പോണ വെള്ളമില്ല, പിള്ളേർക്ക് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കാനുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യത്തിനെയാണെന്നുണ്ടെങ്കിൽ പപ്പ കൈമ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തി നീന്തിക്കാനൊക്കെ ഒരുപാട് നോക്കി. പക്ഷേ ആദ്യത്തിന് തണുത്ത് വിറച്ചിട്ട് ഒരു രക്ഷയുണ്ടായില്ല. എന്നാലും വെള്ളം ഇങ്ങനെ അടിച്ചടിച്ച് കളിക്കാനുള്ളൊരു രസത്തിനകത്ത് കുറച്ച് നേരമൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് പിന്നെ പിള്ളേരൊക്കെ നീന്തണം കണ്ടപ്പോഴേക്കും ആദ്യത്തിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനെയൊക്കെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി കളിച്ചു എന്നല്ലാതെ മൊത്തത്തിൽ മുക്കിയില്ല. ഡൊമിനിക്ക് പിടിച്ചൊരു പ്രാവശ്യം മുക്കി എന്നല്ലാതെ, പക്ഷേ ആദ്യമായിട്ട് സ്വന്തമായിട്ട് മൊത്തം മുങ്ങിയില്ല. ഇനി ഏബലിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചായിരുന്നു. ഏബലിൽ വെള്ളം കണ്ടപ്പോൾ തൊട്ട് എങ്ങനെയെങ്കിലും മുങ്ങി അങ്ങ് കയറണം. അതും ശരിക്കും ഏബലിൻ്റെ ഏജിനകത്ത് സെയിം തന്നെയായിരുന്നു കേട്ടോ. അതിന് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നേ. പക്ഷേ ഇപ്പോൾ ഈ തണുപ്പ് അങ്ങനത്തെ ഫീലിങ്സൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ പിന്നെ ഇച്ചിരി മടിയാണ്. വെള്ളമൊക്കെ അങ്ങ് ഒരുപാട് തണുക്കുമ്പോൾ കയറാനും ഇറങ്ങാനും മുങ്ങാനും ഒക്കെ ഇതിന് ഭയങ്കര മടിയാണ്. തൊടും പിന്നെ ഇങ്ങോട്ട് ചാടും, അങ്ങനെ ഒരു അവസ്ഥയാണ്. പക്ഷേ ഏബിൾ നേരെ തിരിച്ച് ഏബിളിന് ഫുൾ വെള്ളത്തിൽ മുക്കിയെടുത്ത് ഏബലാണെന്നുണ്ടെങ്കിൽ തണുത്ത് കിടന്ന് വിറയ്ക്കുക ശരിക്കും. എന്നിട്ടും അവനെ അവിടെ നിന്ന് പൊക്കി കഴിഞ്ഞപ്പോൾ ഏബലാണെങ്കിൽ കരച്ചിലായിരുന്നു. ഏബിൾ നന്നായിട്ട് എൻജോയ് ചെയ്തു, അതും എൻജോയ് ചെയ്തു. പിന്നെ മമ്മിയും പപ്പയാണെങ്കിലും കുറച്ചൊക്കെ ഒന്ന് ഇറങ്ങി കാലും കൈയൊക്കെ നനച്ചെന്നല്ലാതെ വേറെ ആരും ഒരുപാട് അങ്ങ് മുങ്ങി ഇറങ്ങിയില്ല. അങ്ങനെ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഷവർ ചെയ്യാനുള്ള സ്പേസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി വാഷ്റൂമിലൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവർക്കും സ്നാക്സും അങ്ങനെ ഏബലിനാണെങ്കിൽ കുറച്ച് പാലൊക്കെ ഉണ്ടായിരുന്നു. എല്ലായിടത്തും നമ്മൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഞങ്ങളൊന്ന് നടന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വേറൊരു ഈ ബീച്ചിൻ്റെ സൈഡിൽ തന്നെ പാർക്കിൻ്റെ ഏരിയ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ഏരിയ അല്ലെങ്കിൽ ബാഡ്മിൻ്റൺ അങ്ങനെ എല്ലാത്തിനുള്ള ഒരു കോർട്ടൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. നമുക്ക് ഇതിൻ്റെ അങ്ങേ സൈഡിൽ ഇതുപോലെ തന്നെ ചെറിയൊരു സ്പേസ് ഉണ്ട്. അവിടെ കുറച്ചുകൂടി ഗാർഡനും അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തേക്കുവാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ജസ്റ്റ് അവിടെയും കൂടി ഒന്ന് പോയിട്ട്, കാരണം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ ഓൾറെഡി ആദ്യത്തിന് മുക്കാൻ വേണ്ടിയിട്ട് പപ്പ ഇറങ്ങിയതുകൊണ്ട് പപ്പയുടെ ഡ്രസ്സൊക്കെ ഓൾറെഡി ഫുൾ നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊന്നൊരു നടക്കലുമായി, കാറ്റും വെയിലും കൊണ്ട് ഡ്രസ്സ് ഉണങ്ങുകയും ചെയ്യും. അതായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് അങ്ങേ സൈഡിലോട്ട് നടന്നു. ഡൊമിനിക്കാണെങ്കിൽ വണ്ടി എടുത്തിട്ടാണ് അങ്ങോട്ടേക്ക് വന്നത്. കാരണം നമുക്ക് വണ്ടി പാർക്ക് ചെയ്തത് ഇങ്ങേ സൈഡിലായിരുന്നുകൊണ്ട് പിന്നെ അങ്ങോട്ട് പോയി തിരിച്ച് വീണ്ടും വന്ന് വണ്ടി എടുക്കാമെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഓൾറെഡി എല്ലാവരും കൂടെ നടന്നു. ഡൊമിനിക്ക് മാത്രം പോയി വണ്ടി എടുത്തിട്ടാണ് വന്നത്. ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇവിടെ നിന്ന് ഒരു ഓവർ ബ്രിഡ്ജ് പോലെ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടാവും, നമുക്ക് നടക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ആക്ച്വലി മെയിൻ റോഡിൽ കൂടെ തന്നെ സിഗ്നൽ ക്രോസ് ചെയ്തിട്ട് പോകണം. അതാണ് ഞങ്ങൾ കണ്ടൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ വേറെ വഴി ഇനി എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. ഇതാണ് ഗാർഡൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. കുറച്ചുകൂടി പച്ചപ്പും അങ്ങനെ പിള്ളേരൊക്കെ ഒരുപാട് ഓടി കളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെയും ഒരു ലേക്കിൻ്റെ പോലെ തന്നെ ഒരു സൈഡാണ്. ഇവിടെ കുറച്ചും കൂടി ബോട്ടിംഗ് ആയിട്ട് ഒരുപാട് ആൾക്കാർ കയാക്കിങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കാണാൻ രസമുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കറക്റ്റ് അവിടെ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ
ഈ പുള്ളിക്കാരിയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടി തിരിച്ച് അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വലിയ വണ്ടിയിലോട്ട് ട്രക്കിലോട്ട് കയറ്റാനുള്ള ഒരു പരിപാടിയിലായിരുന്നു. നമ്മളത് ഭയങ്കര ക്യൂരിയോസിറ്റിയിലാട്ടോ നോക്കുന്നത്. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ വണ്ടി അങ്ങനെ ഒരു വണ്ടിയിലോട്ട് ട്രക്കിലോട്ട് കയറ്റി അവർ തിരിച്ചു പോകുന്നൊരു സീൻ കാണുന്നത്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു. ആക്ച്വലി ആൾ നല്ല എക്സ്പേർട്ടാണ് തോന്നുന്നു. ആളുടെ ഹസ്ബൻഡും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ആ പരിപാടികൾ നടന്നിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടുന്ന് നമ്മൾ ആ പാർക്കിൻ്റെ ഏരിയയിൽ കുറച്ചൊന്ന് ഓടിക്കളിച്ചു. ഏബലും അതും ആണെന്നുണ്ടെങ്കിൽ പുല്ല് വാരി കളിക്കലും ഓടിക്കളിക്കലും പരിപാടികളായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ നല്ലൊരു ഫാമിലി ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ നല്ലൊരു സ്ഥലമാണ്. നമ്മൾ പല പ്രാവശ്യം പോയിട്ടുണ്ട് ആക്ച്വലി. എപ്പോഴും ചൂടുള്ള സമയത്തൊക്കെയാണ് ഇതുപോലെ പോകാറുള്ളത്. അപ്പോൾ ഇനി ആരെങ്കിലും ഇതുപോലെ സമ്മറിൽ ഇനിയും ബീച്ചോ ലേക്സോ എന്തെങ്കിലും പോകാനൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും പോയിരിക്കേണ്ട ഒരു ബീച്ചാണ്. കുറേ നടക്കാനും കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ്.